രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്ര ആസാമിൽ തുടരുന്നു. ഗതാഗതം തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് പോലീസ് ഇന്നലെ കേസെടുത്തതിനെ കോൺഗ്രസ് വിമർശിച്ചു. ഭയപ്പെടുത്തി തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ 24നോട്. കേസെടുത്തിട്ടും വിരട്ടിയിട്ടും ഭാരത് ജോഡോ ന്യായയാത്രയെ തടയാമെന്ന് ഹേമന്ത് ബിശ്വ ശർമ്മ വിചാരിക്കുന്നുണ്ടെങ്കിൽ വെറും വിഡ്ഢിയാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഈ യാത്ര ബോംബെയിൽ അവസാനിപ്പിക്കും. ആസാമിൽ വൻ ജനപ്രവാഹമാണ് ഇന്നലെ ഉണ്ടായത്. അതിൽ വിരളി പൂണ്ടിട്ടാണ് ഹേമന്ത് ബിശ്വ ശർമ്മ ഈ പ്രസ്താവനകളുമായിട്ടൊക്കെ വന്നിരിക്കുന്നത്. ഓരോ ദിവസവും ഹേമന്തിക്കെതിരായ അഴിമതികൾ ഞങ്ങൾ തുറന്നു കാട്ടുക തന്നെ ചെയ്യും. ഇവിടെ ചെറുപ്പക്കാർക്ക് ജോലിയില്ല, ആളുകൾ ബുദ്ധിമുട്ടിലാണ്. അവർക്കൊക്കെ ന്യായം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള യാത്രയാണിത്. ഇത് തുടരുക തന്നെ ചെയ്യും. കേസെടുക്കുമെന്നൊക്കെ പറഞ്ഞാൽ ഇതൊന്നും പേടിച്ച് പോകുന്നവരല്ല കോൺഗ്രസ് എന്നുള്ള കാര്യം അയാൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങളുമായി നിതിൻ അംബുജൻ തത്സമയം ചേരുന്നു. നിതിൻ, പറയൂ വിശദാംശങ്ങൾ. ഭാരത് ജോഡോ യാത്ര ഇന്നലെയാണ് അസമിൽ പ്രവേശിച്ചത്. ഇന്നും അസമിൽ യാത്ര തുടരുകയാണ്. അസമിൽ ജോർഘട്ട് അടക്കമുള്ള മേഖലകളിലടക്കം നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ അനുമതി ഉണ്ടാകില്ല എന്ന് സർക്കാർ നേരത്തെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. പക്ഷേ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലൊരു അനുമതി തടയുന്ന സമീപനം സ്വീകരിച്ചില്ലെന്നായിരുന്നു മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ എല്ലാം തന്നെ പ്രതികരണമുണ്ടായത്. എന്നാൽ ഇന്നലെ യാത്രയുടെ റൂട്ട് മാറി എന്നതിൻ്റെ പേരിൽ സംഘാടകർക്കെതിരെ കേസെടുക്കുന്ന നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഭാരത് ജോഡോ യാത്രയുടെ സംഘാടകർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഒരു റൂട്ട് മാറിയതിൻ്റെ പേരിൽ ജനപങ്കാളിത്തം കൊണ്ട് നേരത്തെ നിശ്ചയിച്ച റൂട്ടിൽ നിന്നും മറ്റൊരു റൂട്ടിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ റൂട്ട് മാറിയതിൻ്റെ പേരിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പക്ഷേ ഇത്തരം കേസുകൾ കൊണ്ടൊന്നും യാത്ര പിന്നോട്ടില്ല, യാത്രയെ ഭയപ്പെടുത്താൻ ശ്രമിക്കേണ്ട എന്നാണ് സംഘടനാ സെക്രട്ടറി KC വേണുഗോപാൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. യാത്ര മുംബൈയിൽ തന്നെ അവസാനിക്കും. അതോടൊപ്പം തന്നെ ഹിമന്ത ബിശ്വ ശർമ്മയുടെ അഴിമതി തുറന്നു കാട്ടുമെന്നാണ് KC വേണുഗോപാൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളടക്കം ഹിമന്ത ബിശ്വ ശർമ്മയുടെ അഴിമതി തുറന്നു കാട്ടുന്ന പ്രതികരണങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. സമാനമായി തന്നെ യാത്ര അസമിൽ തുടരുമ്പോൾ വലിയ തരത്തിലുള്ള ജനപങ്കാളിത്തം ഉണ്ടാകും. ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ അഴിമതികൾ തുറന്നു കാട്ടുന്ന സമീപനം സ്വീകരിക്കുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കേസെടുക്കുന്ന നടപടി ഒരുപക്ഷെ ഇനിയും തുടരാം എന്നാണ് KC വേണുഗോപാൽ അറിയിക്കുന്നത്. എന്തായാലും യാത്രയ്ക്കെതിരെ രൂക്ഷ വിമർശനമാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഉന്നയിക്കുന്നത്. യാത്ര അത് ന്യായം കൊണ്ടുവരാനുള്ള യാത്രയല്ല, പകരം മിയ സമുദായത്തെ മാത്രം അല്ലെങ്കിൽ വിഭാഗങ്ങളെ കാണാൻ മാത്രമുള്ള യാത്രയാണെന്നാണ് ഇപ്പോൾ ആരോപിക്കുന്നത്. മിയ എന്നത് അസമിൽ, അതായത് ബംഗ്ലാദേശിലും കുറിയേറെ മുസ്ലിം ജനവിഭാഗങ്ങളെയാണ് മിയ എന്ന് വിളിക്കാറ്. ഈ മിയ സമുദായത്തിലെ മുസ്ലിങ്ങളെ കാണാൻ മാത്രം രാഹുൽ ഗാന്ധി നടത്തുന്ന ഒരു യാത്ര എന്നാണ് ഇതിനെ അധിക്ഷേപകരമായുള്ള പരാമർശമായി തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രി ഉന്നയിച്ചിരിക്കുന്നത്. ഇതിനെല്ലാം തന്നെ രൂക്ഷമായ വിമർശനം KC വേണുഗോപാൽ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും യാത്ര ഇപ്പോൾ അസമിൽ തുടരുകയാണ്. 8 ദിവസമാണ് യാത്ര അസമിൽ തുടരുക. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വലിയ തരത്തിലൊരു ജനപങ്കാളിത്തം യാത്രയ്ക്ക് ലഭിക്കുന്നുണ്ട്. നാഗാലാൻഡ് അതോടൊപ്പം തന്നെ മണിപ്പൂർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ യാത്രയിൽ വലിയ തരത്തിലുള്ള പിന്തുണ കോൺഗ്രസ് ലഭിച്ചിരുന്നു. വലിയ ആത്മവിശ്വാസമാണ് കോൺഗ്രസ് പ്രകടിപ്പിക്കുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ അസമിൽ ഈ ഭാരത് ജോഡോ ന്യായയാത്രയുടെ സംഘാടകർക്കെതിരെ കേസെടുത്ത നടപടി ഉണ്ടായിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു നിതിൻ അംബുജൻ.